ഹായ്, ഞാൻ ഡോക്ടർ അനു തോമസ്, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ജോസ്കോ ഹോസ്പിറ്റൽ, പന്തളം. മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഡെയിലി ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മുടെ മെന്റൽ ഹെൽത്ത് എഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്, മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അനുസരിച്ചിരിക്കും. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരുന്നിട്ട് കൂടി മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കാനോ ഈവൻ ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുക്കാനോ പലരും പല തെറ്റായ ധാരണകളും കാരണം മടിക്കുന്നു. ഇത് ചേഞ്ച് ചെയ്യണം. നമുക്ക് ചുറ്റിനും എത്രയോ പേരുണ്ട്. ഒക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് കരയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് വീർപ്പുമുട്ടിയിരിക്കുന്നവർ. എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്നെ ഒരു മാനസിക രോഗിയായി സമൂഹം മാറ്റി നിർത്തും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ എല്ലാം ഉള്ളിലൊതുക്കി സഹിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടെ കേട്ട വാർത്തകളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാവും. നേരത്തെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് മനസ്സിലാക്കാനും ട്രീറ്റ് ചെയ്യാനും സാധിച്ചിരുന്നെങ്കിൽ എത്രയോ മരണങ്ങൾ, എത്രയോ ആത്മഹത്യകൾ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചേനെ. ജഡ്ജ്മെന്റ്, ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ സ്റ്റിഗ്മ, ഇതൊക്കെയാണ് ആളുകളെ യൂഷ്വലി ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുന്നതിൽ നിന്നും വേണ്ട ഹെൽപ്പ് ചോദിക്കുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇങ്ങനെ സൈലന്റ് ആയി സഫർ ചെയ്യുന്നവർക്ക് ക്രമേണ പ്രതീക്ഷ ഇല്ലാണ്ടാവുകയും അവർ ഐസൊലേറ്റഡ് ആവുകയും പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് ബ്രേക്ക് ചെയ്യാനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓപ്പണായി, ഓണസ്റ്റായി മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുക എന്നതാണ്. മാത്രമല്ല, എല്ലാവർക്കും അവരുടെ മാനസിക പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടായി വരണം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് തുറന്ന് സംസാരിക്കുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യാതെ ക്ഷമയോടെ കമ്പാഷനേറ്റ് ആയി കേൾക്കാനും അവർക്ക് ആവശ്യമായ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ റിമെമ്പർ, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഹെൽപ്പ് വേണ്ട സമയത്ത് അത് ചോദിക്കുക തന്നെ വേണം. താങ്ക് യു.